വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി പറയും. ഇന്നത്തെ വചനം മത്തായി 8:1-3 വരെയുള്ള വാക്യം. മത്തായി 8:1-3 വരെയുള്ള വാക്യങ്ങൾ. കുഷ്ഠരോഗി സുഖപ്പെടുന്നു. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളിച്ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വചനമാണ്. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ആരോഗ്യം നൽകാൻ കഴിയും. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സമാധാനം നൽകാൻ. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് വിശുദ്ധി നൽകാൻ കഴിയും. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ കഴിയും. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സമ്പത്ത് നൽകാൻ കഴിയും. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസത്തെ ദൃഢപ്പെടുത്താൻ കഴിയും. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യുവാൻ സാധിക്കും. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ. അതാണ് ഒരു യഥാർത്ഥ ക്രിസ്തുവിൽ ശരണം വെച്ച് ജീവിക്കുന്ന ഒരുവൻ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്രകാരം എനിക്ക് ഭവിക്കട്ടെ. ഓൺലി ഇഫ് യു വിൽ. അതെനിക്ക് നന്മയ്ക്കുള്ളതാണെങ്കിൽ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ അതെനിക്ക് ഭവിക്കട്ടെ. ഇത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു വചനഭാഗം. കാരണം അതിനു മുമ്പ് ചെയ്തിരുന്നൊക്കെ മണ്ടത്തരങ്ങളായിരുന്നു. അതായത് സ്വന്തം ശക്തിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള ശ്രമങ്ങളായിരുന്നു ഈ വചനം വെളിപ്പെട്ട് കിട്ടുന്നത് വരെ. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കർത്താവിനെ ഏൽപ്പിക്കാം. നിരന്തരം നമുക്ക് ഇതൊരു പ്രാർത്ഥനയച്ചല്ല, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഇത് എനിക്ക് സാധിച്ചു തരണമേ. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ വചനം പ്രഘോഷിക്കാൻ എന്നെ പ്രാപ്തനാക്കണമേ. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ തഴക്ക ദോഷങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ വിശുദ്ധിയിൽ എന്നെ കൂടുതൽ വളർത്തണമേ. കർത്താവ് വന്നത് പാപികളെ തേടിയാണ്. പാപികളെ ശിക്ഷിക്കാനല്ല, പാപികളെ രക്ഷിക്കാനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോ മനുഷ്യരെല്ലാവരും പാപികൾ. ഈ പാപികളായ നമുക്ക് പലപ്പോഴും പല പാപങ്ങളും നമ്മുടെ ശക്തി കൊണ്ട് മാത്രമൊന്നും ജയിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ ഏറ്റവും ഫലവത്തായ പ്രാർത്ഥന ഈ വചനം തന്നെയാണ്.
അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധീകരിക്കണമേ. അപ്പൊ നമ്മുടെ ശാരീരികമായ മാനസികമായ വൈകല്യങ്ങൾ നമ്മെ വിട്ടകന്നു പോകും. കർത്താവ് എപ്പോഴും നമ്മളെ രക്ഷിക്കാൻ മനസ്സുള്ളവനാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് ഒരു പ്രാർത്ഥനയായി നമുക്ക് ശീലിക്കാം. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഇത് എന്നിൽ ഭവിക്കട്ടെ. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഇത് ഞങ്ങളിൽ ഭവിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന് കർത്താവിന് ഭരമേൽപ്പിക്കാം. ആമേൻ.